എല്ലാവർക്കും നമസ്കാരം. പിന്നെ നമ്മളുടെ ടോപ്പിക്ക് നമുക്ക് എങ്ങനെയാണ് നമ്മുടെ കമ്പ്യൂട്ടറിൽ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യുക എന്നുള്ളതാണ്. നമുക്കറിയാം വളരെ പോപ്പുലറായിട്ടുള്ള ഒരു മെസ്സഞ്ചർ ആപ്ലിക്കേഷനാണ് വാട്സാപ്പ് എന്ന് പറയുന്നത്. എല്ലാവരുടെ സ്മാർട്ട് ഫോണിലും എല്ലാവർക്കും വളരെ ആവശ്യമുള്ള ഒരു ആപ്ലിക്കേഷനായിട്ട് മാറിയിട്ടുണ്ട് നമ്മുടെ വാട്സാപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കത് കമ്പ്യൂട്ടറിൽ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യുക എന്ന സ്റ്റെപ്പുകളാണ് ഞാൻ ഇന്നിവിടെ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ അത് ശ്രദ്ധിക്കുക. അപ്പോൾ അതിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമുക്കിവിടെ ഏതെങ്കിലും ഒരു ബ്രൗസർ സോഫ്റ്റ്വെയർ നമ്മൾ ആദ്യം തന്നെ ഓപ്പൺ ചെയ്തിട്ട് നമുക്കത് ഇൻ്റർനെറ്റിൽ നിന്നും നമ്മുടെ കമ്പ്യൂട്ടറിലേക്ക് ആവശ്യമായിട്ടുള്ള വാട്സാപ്പ് ആപ്ലിക്കേഷൻ നമ്മൾ ആദ്യം തന്നെ ഡൗൺലോഡ് ചെയ്യുകയാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് എന്താണ്, നമുക്ക് ഏതെങ്കിലും ഒരു ബ്രൗസർ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക. ഓപ്പൺ എനി ബ്രൗസർ ആപ്ലിക്കേഷൻ. ഓക്കെ, ബ്രൗസർ ആപ്ലിക്കേഷൻ എന്ന് പറയുന്നത് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഉണ്ടാവും. ഒന്നുകിൽ ഗൂഗിൾ ക്രോം, അല്ലെങ്കിൽ മോസില്ല ഫയർഫോക്സ്, അതും അല്ലെങ്കിൽ മൈക്രോസോഫ്റ്റ് എഡ്ജ്. ഇതിലേതെങ്കിലും ഒന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഓപ്പൺ ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ഓപ്പൺ ചെയ്യാൻ പോകുന്നത് ഗൂഗിൾ ക്രോം ആണ് ഞാനിവിടെ ഓപ്പൺ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമ്മുടെ കമ്പ്യൂട്ടറിൽ ആദ്യം തന്നെ നമുക്ക് ഗൂഗിൾ ക്രോം ഓപ്പൺ ചെയ്യാം. അതിനുശേഷം അതിൻ്റെ അഡ്രസ് ബാറിൽ നമുക്ക് എന്ത് ടൈപ്പ് ചെയ്യാം, ഇവിടെ വാട്സാപ്പ് ഫോർ PC എന്ന് നമ്മളിവിടെ ടൈപ്പ് ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിക്കുക. നമ്മൾ സെക്കൻഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അഡ്രസ് ബാറിൽ നമ്മൾ എന്താ ടൈപ്പ് ചെയ്യേണ്ടത്, വാട്സാപ്പ് ഫോർ PC എന്ന് നമ്മൾ ടൈപ്പ് ചെയ്യാം. ഓക്കെ, എൻ്റർ അടിക്കുക. അതിനുശേഷം നമുക്കിവിടെ കാണാം ഡൗൺലോഡ് വാട്സാപ്പ് എന്ന് പറയുന്ന ഓപ്ഷൻ കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഇതേപോലത്തെ ഒരു സ്ക്രീൻ വരും. അതിൽ നമുക്ക് ഏറ്റവും താഴെ കാണാൻ കണ്ടോ ഡൗൺലോഡ് ഫോർ വിൻഡോസ് 64 ബിറ്റ് എന്ന് കാണാം. ഇത് ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമുക്കിത് ഇവിടെ ഇങ്ങനെ ഡൗൺലോഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഡൗൺലോഡിങ്ങിൻ്റെ ഒരു ലിസ്റ്റ് അല്ലെങ്കിൽ ഡൗൺലോഡിങ് മാത്രം നമുക്കൊരു പേജിൽ കാണണമെന്നുണ്ടെങ്കിൽ കീബോർഡിൽ Ctrl+J അമർത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ നമുക്ക് ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു ടാബിലേക്ക് നമ്മൾ എത്തിച്ചേരും. നമ്മൾ നേരത്തെ ഡൗൺലോഡ് ചെയ്തിട്ടുള്ള ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെ നമുക്കിവിടെ കാണാൻ സാധിക്കും. ഏറ്റവും മുകളിൽ നമ്മുടെ വാട്സാപ്പ് ഡൗൺലോഡ് ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇത് ഒരു 124 MB നമുക്ക് അപ്രോക്സിമേറ്റ് ഇതിൻ്റെ സൈസ് കാണാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ നമ്മൾ ഇൻ്റർനെറ്റ് നല്ല ഫാസ്റ്റ് ആണെങ്കിൽ നമുക്കിതിൽ വളരെ വേഗത്തിൽ വാട്സാപ്പ് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ട്രാൻസ്ഫറിങ് റേറ്റ് എന്ന് പറയുന്നത് ഒരു 350-നും 400-നും KB/s ആണ് ഡൗൺലോഡിങ് സ്പീഡ് വരുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിത് വെയിറ്റ് ചെയ്യുക. ഓക്കെ, ഇവിടെ ഡൗൺലോഡിങ് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, ബൈ ഡിഫോൾട്ടായിട്ട് നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യുന്ന ഫയലുകൾ, അതുപോലെ തന്നെ മറ്റ് പിക്ചേഴ്സ്, വീഡിയോസ്, ഇതെല്ലാം തന്നെ നമ്മൾ കമ്പ്യൂട്ടറിൽ ഡൗൺലോഡ്സ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്ത് സേവ് ചെയ്യപ്പെടുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്ത ഈ ലിസ്റ്റിൽ നിന്നും നമുക്ക് ഷോ ഇൻ ഫോൾഡർ എന്നുള്ളത് സെലക്ട് ചെയ്തിട്ട് കണ്ടോ ഇവിടെ നമുക്ക് ഡൗൺലോഡ് ചെയ്ത ഫയൽ കാണാൻ പറ്റും. ഇനി അതും അല്ലെങ്കിൽ നമുക്കിവിടെ കീബോർഡിൽ വിൻഡോ കീയോ 6 അമർത്തിയിട്ട് നമുക്കിവിടെ ഡൗൺലോഡ്സ് എന്ന് ടൈപ്പ് ചെയ്തിട്ട് എൻ്റർ അടിക്കുക. അപ്പോഴും നമുക്കത് കാണാൻ സാധിക്കും. ഇനി അതും അല്ലെങ്കിൽ നമുക്ക് ദിസ് PC ഓപ്പൺ ചെയ്തിട്ട് ഇതവിടെ കാണാൻ ഡൗൺലോഡ്സ് എന്ന് എഴുതിയിട്ടുണ്ടോ, അത് ഓപ്പൺ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ വാട്സാപ്പ് ഡൗൺലോഡ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റെപ്പ് ചെയ്യേണ്ടത് ഈ ഡൗൺലോഡ് ചെയ്ത വാട്സാപ്പ് setup.exe എന്ന് പറഞ്ഞിട്ടൊരു ആപ്ലിക്കേഷൻ കാണാം. ഇത് നമ്മൾ ഓപ്പൺ ചെയ്യുക. അപ്പോൾ കുറച്ച് നേരം വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കൊരു അതിൻ്റെ ഒരു സ്ക്രീന് ഓപ്പൺ ആവും. കുറച്ച് നേരം വെയിറ്റ് ചെയ്യണം. ഓക്കെ,
അത് വരുന്നുണ്ട്. ഇതേപോലെ നമുക്കൊരു സ്പ്ലാഷ് സ്ക്രീന് കാണാവുന്നതാണ്. ഇൻ്റർനെറ്റിൻ്റെ സഹായത്തോടു കൂടി മാത്രമേ ഈ ഒരു ആപ്ലിക്കേഷൻ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ യൂസ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വാട്സാപ്പ് കമ്പ്യൂട്ടറിൽ ഉപയോഗിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും ഇൻ്റർനെറ്റ് വേണം. മൊബൈലിലാണെങ്കിലും നമുക്ക് ഇൻ്റർനെറ്റ് വേണം. അതേപോലെ തന്നെ ഇതിൽ വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്യാനും വാട്സാപ്പ് ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിൻ്റെ കാര്യങ്ങൾ യൂസ് ചെയ്യാനും എല്ലാം തന്നെ നമുക്ക് ഇൻ്റർനെറ്റിൻ്റെ സഹായം വേണം. ഓക്കെ. ഇനി ഇതിൻ്റെ അടുത്ത സ്റ്റെപ്പിലേക്ക് നമ്മൾ കടക്കുകയാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആണിത്. അപ്പോൾ ഇത് നമ്മൾ ശ്രദ്ധിച്ച് ചെയ്യുക. ഇവിടെ നമുക്ക് ടു യൂസ് വാട്സാപ്പ് ഓൺ യുവർ കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഇവിടെ ഒരു QR കോഡ് ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നതായിട്ട് കാണാം. ഇനി നമ്മുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ നിങ്ങൾ വാട്സാപ്പ് തുറക്കുക. ഓക്കെ, മൊബൈൽ ഫോണിലാണ്. നിങ്ങളുടെ കയ്യിലുള്ള ഫോണിൽ വാട്സാപ്പ് നിങ്ങൾ ഓപ്പൺ ചെയ്യുക. അതിനുശേഷം ഏറ്റവും മുകളിൽ കാണാം ഒരു വെർട്ടിക്കലായിട്ടൊരു 3 ഡോട്ട് നിങ്ങൾക്ക് കാണാം, വാട്സാപ്പിൻ്റെ മെനു. അതിനകത്ത് നമുക്ക് വാട്സാപ്പ് വെബ് എന്നുള്ള ഒരു ഓപ്ഷൻ കാണാം. അത് സെലക്ട് ചെയ്യുക. വാട്സാപ്പ് വെബ് എന്നുള്ള ഒരു ഓപ്ഷൻ സെലക്ട് ചെയ്യുക. ഓക്കെ, ഓക്കെ. അപ്പോൾ നമ്മുടെ ഒരു ക്യാമറ ഓൺ ആവുന്നതായിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ QR കോഡ് നമ്മൾ സ്കാൻ ചെയ്യാണ് വേണ്ടത്. ഓക്കെ, അതായത് നിങ്ങളുടെ മൊബൈൽ ഫോണ് നിങ്ങളുടെ ഈ കമ്പ്യൂട്ടറിനകത്ത് മോണിറ്ററിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്ന ഈ QR കോഡിൻ്റെ നേരെ പിടിക്കുക. ഓക്കെ, നിങ്ങളുടെ QR കോഡ് സ്കാൻ ചെയ്യുക. ഓക്കെ, ഞാനിവിടെ സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ, സ്കാൻ ചെയ്ത ഉടനെ നമുക്ക് ഇവിടെ ഒരു ലോഡിങ് കാണാം. അത് കഴിഞ്ഞ ഉടനെ നമ്മളുടെ വാട്സാപ്പ് നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിൽ ഓപ്പൺ ആയിട്ട് കാണാൻ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റെപ്പ്. ഓക്കെ, ഫസ്റ്റ് നമ്മൾ ഇൻ്റർനെറ്റിൽ നിന്ന് വാട്സാപ്പ് ഡൗൺലോഡ് ചെയ്യുക. അതിനുശേഷം അത് ഇൻസ്റ്റാൾ ചെയ്യുക. അപ്പോൾ ഒരു QR കോഡ് ഡിസ്പ്ലേ ചെയ്യും. അതിനുശേഷം നമ്മൾ മൊബൈൽ ഫോണിനകത്ത് വാട്സാപ്പ് വെബ് എന്നുള്ളൊരു ഓപ്ഷൻ എടുത്തിട്ട് നമ്മുടെ ആ QR കോഡ് ഒന്ന് സ്കാൻ ചെയ്താൽ മാത്രം മതി. ഇത്രയേ ഉള്ളൂ ഇതിൻ്റെ സ്റ്റെപ്പ് എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് മൗസൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, വാട്സാപ്പ് നമുക്ക് യൂസ് ചെയ്യാം. മൊബൈലിൽ കാണുന്ന അതേപോലെ തന്നെ ആയിരിക്കും ഇതിലും ഉണ്ടാവുക. ഓക്കെ, വ്യത്യാസമൊന്നും തന്നെ ഇല്ല. ഓക്കെ, മൊബൈലിൽ ചെയ്യുന്ന കാര്യങ്ങൾ അപ്പോൾ തന്നെ നമുക്ക് നമ്മുടെ കമ്പ്യൂട്ടറിലും കാണാം. കമ്പ്യൂട്ടറിൽ ചെയ്യുന്ന അതേ സമയത്ത് തന്നെ നമുക്ക് മൊബൈലിലും കാണാൻ സാധിക്കും. ഓക്കെ, ഇതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ മൊബൈൽ ഫോൺ ചിലപ്പോൾ നഷ്ടപ്പെടുന്ന ഒരു സാഹചര്യമൊക്കെ വന്നു കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാം. അതുപോലെ തന്നെ നമ്മുടെ കമ്പ്യൂട്ടറിനകത്ത് ഉള്ള ഫയൽസൊക്കെ നമുക്ക് വാട്സാപ്പിലേക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് സെൻഡ് ചെയ്യാനും അതുപോലെ തന്നെ നമുക്ക് വന്ന വാട്സാപ്പുകൾ നമുക്കത് റിസീവ് ചെയ്യാനും ഒക്കെ വളരെ കംഫർട്ടബിൾ ആയിട്ടുള്ളൊരു മെത്തേഡാണ് ഈ ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്തായാലും ഇതെല്ലാവരും ചെയ്ത് നോക്കുക. ഓക്കെ, താങ്ക് യു.